യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം മർദ്ദിച്ച കേസിൽ തെളിവെടുപ്പിനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സംഭവസ്ഥലത്ത് പ്രതികളെ എത്തിച്ച് മർദ്ദന രീതി പുനരാവിഷ്കരിച്ചേക്കും. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് അല്പസമയത്തിനകം നടക്കും. മർദ്ദനമേറ്റ AD തോമസ് MLA-ക്കും അജയ് ജുവൽ കുര്യാക്കോസും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തും. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, എപ്പോഴാണ് ഇവരെ കൊണ്ടുവന്നുള്ള തെളിവെടുപ്പ് നടക്കുക? ജിക്ക് അല്പസമയത്തിനുള്ളിൽ തിരിച്ചറിയൽ പരേഡിലേക്ക് കാര്യങ്ങൾ കടക്കും. ഇനി എത്താനുള്ളത് MLA-യും ഒപ്പം അജയ് ജുവൽ കുര്യാക്കോസും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തേണ്ടതുണ്ട്. MLA മറ്റൊരു സമര പരിപാടിയുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ്, അതുകൊണ്ട് എത്താൻ വൈകുമെന്ന് ക്രൈംബ്രാഞ്ച് SIT അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കൂടി എത്തിക്കഴിഞ്ഞാൽ പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടക്കും. അതിനുശേഷം തെളിവെടുപ്പിലേക്ക് കടക്കാനാണ് നിലവിൽ ആലോചിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ സുരക്ഷാ ക്രമീകരണങ്ങളിലെ പ്രശ്നം അത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പ്രതികളുമായി പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ പ്രതിഷേധ സാധ്യതയുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് SIT ഓഫീസിന് മുന്നിൽ കനത്ത പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ പ്രതികളെ പുറത്തേക്ക് ഇറക്കിയാൽ തന്നെ വലിയ പോലീസ് സന്നാഹത്തോടെ മാത്രമേ ഈ സംഭവം നടന്ന ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപത്തെ സ്ഥലത്തേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയുള്ളൂ. ഈ സംഭവം പൂർണ്ണമായി പുനരാവിഷ്കരിക്കുക എന്നുള്ളതാണ് SIT ലക്ഷ്യമിടുന്നത്. അന്നവിടെ എന്താണ് സംഭവിച്ചത് എന്ന ഗൺമാൻമാർ പോലീസിന് SITക്ക് പറഞ്ഞു നൽകും. അതായിരിക്കും പിന്നീട് ഈ കേസിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെ നടത്തുക. നിലവിൽ ഇത്തരത്തിലൊരു അക്രമം നടത്തിയിട്ടില്ല എന്നുള്ള മൊഴിയാണ് അവർ നൽകിയതെങ്കിലും ഇത്തരത്തിൽ തെളിവെടുപ്പിലേക്ക് പോകുമ്പോൾ അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഗൺമാൻമാർ പറയേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നടപടി കൂടി കഴിഞ്ഞാൽ നാളെ കൂടിയാണ് ചോദ്യം ചെയ്യാനുള്ള സാവകാശമുള്ളത്. അതിനുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയും പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും അതിന്റെ ചോദ്യം ചെയ്യൽ ഇനി ഒരു ദിവസം കൂടി നീണ്ടു നിൽക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.